وإذ قال يوسف لأبيه يا أبت إني رأيت 11 كوكبا والشمس والقمر رأيتهم لي ساجدين. ലോകസുന്ദരൻ എന്ന് വിളിക്കപ്പെടുന്ന മിസ്റിലെ അസീസിൻ്റെ ഭാര്യ പോലും ലോകസുന്ദരനായി ആഗ്രഹിച്ചിട്ടുള്ള അങ്ങനെ ഒരു ചരിത്രമുള്ള പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാം തൻ്റെ ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളെ വിശദീകരിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആൻ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്നി റഅയ്തു 11 കൗകബൻ, 11 നക്ഷത്രങ്ങളെ ഞാൻ കാണുകയാണ്. സൂര്യനെയും ചന്ദ്രനെയും ഞാൻ കാണുന്നു, എനിക്ക് സുജൂദ് ചെയ്യുന്നതായി. ഇവിടെ സൂര്യനെന്നത് ഉപ്പയും ചന്ദ്രനെന്ന ഉമ്മയും നക്ഷത്രങ്ങളെന്ന 11 മക്കളെയും ചേർത്തു അദ്ദേഹം ആ ചരിത്രം യാഥാർത്ഥ്യമാക്കുന്നത് സൂറത്ത് യൂസുഫിൻ്റെ അവസാന ഭാഗം പറയുന്നുണ്ട്. റഫഅ അബവൈഹി അലൽ അർശ് വഖറൂ ലഹു സുജ്ജദ. അങ്ങനെ അദ്ദേഹം തൻ്റെ ഉമ്മയെയും ഉപ്പയെയും ആ അദ്ദേഹം വരുന്ന മിസ്റിൻ്റെ സിംഹാസനത്തിലേക്ക് കയറ്റിയിരുത്തുകയാണ്. വഖറൂ ലഹു സുജ്ജദ. ഉമ്മയും ഉപ്പയും ആ മകൻ്റെ മുമ്പിൽ വീടുകൊണ്ട് സുജൂദിൽ കിടക്കുന്ന ചരിത്രം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ മോൻ പറയുന്നുണ്ട്, യാ അബത്, ഖാല യാ അബത്, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, ഹദാ തഅ്വീലു റുഇയായ മിൻ ഖബൽ, മുമ്പ് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു സ്വപ്നത്തെക്കുറിച്ച്. 11 നക്ഷത്രങ്ങളും ചന്ദ്രനും സൂര്യനും എനിക്ക് സുജൂദ് ചെയ്യുമെന്ന ആ സ്വപ്നത്തെക്കുറിച്ച്. ആ സ്വപ്നമിത ഖദ് ജഅലഹ റബ്ബി ഹഖ, എൻ്റെ റബ്ബ് എനിക്കിത് ഇവിടെ പുലർന്ന് കാണിച്ചു തന്നിരിക്കുകയാണ്. അപ്പം അന്ന് സൂര്യനായും ചന്ദ്രനായും ഞാൻ കണ്ടത് എൻ്റെ ഉമ്മയും ഉപ്പയുമാണെന്നോ. 11 കൗകബൻ എന്നത് ഞാൻ അന്ന് കണ്ട നക്ഷത്രം. ഖമറാണ് നമ്മൾ. ഉമ്മമാരെന്നത് ഇരുട്ടിൽ അകപ്പെടുന്ന മനസ്സുകൾക്ക് പൗർണമി പോലെ നിരാവെളിച്ചമായി എപ്പോഴും കൂടെയുണ്ടാകും. വേലിയേറ്റത്തെയും വേലിയിറക്കത്തെയും തീരുമാനിക്കുന്നത് ചന്ദ്രനാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ ഉയർച്ചകളെയും താഴ്ചകളെയും തീരുമാനിക്കുന്നത് ഉമ്മമാരാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. മക്കളെക്കുറിച്ച് ഖുർആൻ മറ്റൊരു പ്രയോഗം കൂടി നടത്തുന്നുണ്ട്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ഈ ദുനിയാവിൻ്റെ അലങ്കാരം അലങ്കരിച്ചിരിക്കുന്നത് മക്കളെ കൊണ്ടും സമ്പത്ത് കൊണ്ടുമാണ്. ആകാശം സൂര്യനെ കൊണ്ട് എത്ര തിളങ്ങിയാലും, എത്ര വലിയതാണ് സൂര്യനെങ്കിലും ആകാശം കാണാൻ നമുക്കിഷ്ടം രാത്രിയിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങളുള്ള ആകാശമാണ്. നീലാകാശത്തേക്കാൾ നമുക്കിഷ്ടം അതാണ്. അതുകൊണ്ട് നക്ഷത്രങ്ങളാണ് മക്കളെങ്കിൽ ആ മക്കളെ എന്നും തിളങ്ങിക്കാണാൻ, സ്റ്റാറുകളായി നിലനിർത്തുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവർ ഉയരങ്ങളിലാണ് നിൽക്കേണ്ടതെങ്കിൽ അവരെ ഉയർത്തുവാൻ സൂര്യനും ചന്ദ്രനും എപ്പോഴും അതിൻ്റെ വെളിച്ചം അവർക്ക് പകർന്നു കൊടുത്തുകൊണ്ടേയിരുന്നാൽ ആ നക്ഷത്രങ്ങൾ എന്നും തിളങ്ങിക്കൊണ്ടിരിക്കും. പക്ഷേ ചിലപ്പോൾ നക്ഷത്രങ്ങൾ പൊലിഞ്ഞാൽ പോലും, അസ്തമിച്ചാൽ പോലും ചില നക്ഷത്രങ്ങൾ ആകാശത്ത് ബാക്കി നിൽക്കുന്നത് നിങ്ങൾ കാണാം. 1-2 നക്ഷത്രങ്ങൾ അങ്ങ് അകലെ നമുക്ക് കാണാം. യാത്ര ചെയ്യുന്നവർക്ക് ദിക്ക് കാണിച്ചു കൊടുക്കാൻ ദിക്ക് നക്ഷത്രം. അതുകൊണ്ട് മതവിദ്യാഭ്യാസത്തിൻ്റെയും പൊതുവിദ്യാഭ്യാസത്തിൻ്റെയും പബ്ലിക് എഡ്യൂക്കേഷൻ്റെയും പ്രൊഫറ്റിക് എഡ്യൂക്കേഷൻ്റെയും ഇടയിൽ നിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് മതബൗദ്ധിക വിദ്യാഭ്യാസത്തിൻ്റെ ചേരുവയിലൂടെ ചേർന്നെടുക്കുന്ന അല്ലെങ്കിൽ വാർത്തെടുക്കുന്ന ഒരു നക്ഷത്രത്തിൻ്റെ കൂട്ടായ്മയാണ് ഇന്നത്തെ നാടിനും സമൂഹത്തിനും ആവശ്യം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ നക്ഷത്രങ്ങളായി തിളങ്ങട്ടെ എന്നും സൂര്യനായും ചന്ദ്രനായും നമുക്ക് അവരോടൊപ്പം എന്നും ചൂടും ചൂരും തണുപ്പും ഏകിക്കൊണ്ട് വെളിച്ചവും പകർന്നുകൊണ്ട് നിൽക്കാമെന്നും മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മുടെ മക്കളെയും നമ്മളെയും നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.